ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗണപതിയെ മിത്ത് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതിന് അവർ DNA ടെസ്റ്റ് ചെയ്തിട്ടാണോ? സർവ്വതിൻ്റെയും ആരംഭമാണ് ഗണേശൻ. ആനയുടെ മുഖം അഹങ്കാരമില്ലായ്മയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്നതാണ്. ഗണപതി വാഹനമായ മൂഷികൻ മനുഷ്യൻ്റെ ചഞ്ചലമായ മനസ്സാണ്. മാത്രമല്ല, ചഞ്ചലമായ ആഗ്രഹങ്ങളെ അത് സൂചിപ്പിക്കുന്നു. അത് മഹാമേരുവിനെ പോലും തുളച്ചു കിടക്കുന്നു. ദേവന്മാരുമായി കലഹിച്ച് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് കടന്നു കളഞ്ഞ അഗ്നിയാണത്രേ മൂഷികൻ. ശിവനാണത്രേ ആ അഗ്നിയെ വീണ്ടെടുത്തത്. ഭീമാകാരം പ്രപഞ്ചത്തെയും ഗജരൂപം സൗമ്യതയെയും തെറ്റുകൾ ക്ഷമിക്കുന്ന പ്രവണതയെയും പിന്നെ വേണ്ട സമയങ്ങളിൽ കായിക ശേഷിയെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. വളഞ്ഞ തുമ്പിക്കൈ ഓങ്കാര സൂചന, അതായത് പ്രണവമന്ത്രമാണ്. ഒരു വേദാന്തിക്കാവശ്യമായ വിവേകവും വിവേചന ബുദ്ധിയുമാണ് തുമ്പിക്കൈ പ്രദാനം ചെയ്യുന്നത്. ഒടിഞ്ഞ കൊമ്പ് സർവ പ്രപഞ്ച നിയമങ്ങളെയും ഉല്ലംഘിക്കാനുള്ള പ്രവണത സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം എന്നത് തന്നെയാണ് ഗണേശൻ. പിന്നെ പ്രപഞ്ച നിയമങ്ങൾക്കും പരിമിതികൾക്കും എന്താണ് പ്രസക്തി? അസുരനോട് യുദ്ധം ചെയ്യാനും മഹാഭാരതം എഴുതാനും ഈ ഒടിഞ്ഞ കൊമ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. അതായത് സംഹാരവും സൃഷ്ടിയും ഒരേ സമയം ചെയ്യുന്നു. മഹാത്യാഗത്തിൻ്റെ പ്രതീകമാണ് കൊമ്പ്. ദന്തം, കയ്യിലെ അങ്കുശം മനുഷ്യനെ നേർവഴിക്ക് നടത്താനുള്ള ഉപാധിയും. മോദകം സ്വയം കണ്ടെത്തലിൻ്റെ മാധുര്യവുമാണ്. പാശം, അതായത് കയറ്, ലൗകിക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ബന്ധങ്ങളും അതിനാലുള്ള ബന്ധനങ്ങളുമാണ്. കരിമ്പ് പ്രപഞ്ച സത്യത്തെ അറിയുമ്പോൾ അനുഭവിക്കുന്ന മാധുര്യത്തെ സൂചിപ്പിക്കുന്നു. 2 അഭയവര ഹസ്തങ്ങൾ സംരക്ഷണത്തെയും വരദാനത്തെയും സൂചിപ്പിക്കുന്നു. തിന്മയെ നശിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ധരിക്കുന്ന ഖണ്ഡം, ചക്രം, ശൂലം, കുന്തം എന്നീ ആയുധങ്ങൾ ഗണപതിയുടെ വിവിധ അവതാരങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. എല്ലാ ശാസ്ത്രങ്ങളുടെയും മേലാൽ പാർവതിയാണ്. അതിൽ ഒന്നാമതായ മന്ത്രശാസ്ത്രത്തിൻ്റെ അധിപൻ ഗണപതിയുമാണ്. അതുകൊണ്ട് ഗണപതിയെ പാർവതി നന്ദനായി അറിയുന്നു. ജ്ഞാനമാകുന്ന ശിവന് പാർവതിയിൽ ഉത്ഭവിച്ചതാണ് ഗണപതി. 12 വ്യത്യസ്ത രൂപങ്ങളിൽ ഗണപതി ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. ഗണപതി ഭഗവാനെ ശ്രദ്ധയോടെ ഉപാസിച്ചാൽ നമുക്ക് ഏത് ആഗ്രഹവും നിശ്ചയമായി സാധിക്കും. ഹരി ഓം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.